ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. ബാക്കിലെ വ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈഷ യോഗ സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ 3 പേരുടെ കോയമ്പത്തൂർ അത്യാവശ്യത്തിന് വന്നാൽ കേട്ടോ. അപ്പോൾ ഈഷയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈവനിങ്ങിൽ ഒരു 4 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് കേട്ടോ. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഓഫ് ഈഷ ടെമ്പിൾ. ഈ ഇൻ്റർലോക്ക് ഇട്ട് അതുവഴി പോകുമ്പോഴാണ് നമ്മൾ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പയ്യെ പോവുകയാണ്. ഭഗവാന് ഒരു ഭക്തനെ ഉള്ളെന്ന് ഭഗവാൻ തന്നെ പറയും. ആ നിൽക്കുന്ന ആൾക്കാരാണിത് കേട്ടോ. നന്ദി. നമുക്കിവിടെ വരുമ്പോൾ ഫുഡൊക്കെ വേണേൽ ഓർഡർ ചെയ്യാം. ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. അടുത്തോട്ട് ഒത്തിരി പോകുന്ന റിസ്ക് ആയിരിക്കും, എന്നാലും ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നന്ദിയെ കണ്ടിട്ടാണ് അകത്തോട്ട് പോകാൻ പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്നൊരു 30-32 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈഷ ടെമ്പിൾ ഇരിക്കുന്നത്. കുറച്ച് ഉള്ളിലോട്ടാണ്. വെല്ലിയങ്കിരി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഈഷ ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. മൺഡേ ടു സൺഡേ വരെ ഉണ്ട് കേട്ടോ ഈ അമ്പലം. രാവിലെ 6 തൊട്ട് രാത്രി 8 മണി വരെ ഉണ്ട്. വിസിറ്റേഴ്സിന് അത്രയും ടൈം അലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്നതിന് മുമ്പായിരുന്നു കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ. നല്ല ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കാറ് പാർക്ക് ചെയ്യാനുള്ള. സൺഡേ ആയിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. വൈകുന്നേരമായിട്ടും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉള്ളിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സദ്ഗുരുവിൻ്റെ ഒരു ക്രിയേഷനാണ് ഈഷ യോഗ സെൻറ്റർ. അതുകൊണ്ട് ആദിയോഗി ശിവ ടെമ്പിൾ എന്നും അറിയപ്പെടാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്നർ പീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്താൻ പറ്റിയൊരു സ്പിരിച്വൽ പ്ലേസ് പോലെയാണ് എനിക്ക് ഈഷ യോഗ സെൻറ്റർ ചെന്നപ്പോൾ ഫീൽ ചെയ്തത്. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ നല്ലൊരു സ്പിരിച്വൽ ആൻഡ് പീസ്ഫുൾ ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. കാരണം ഒരു വില്ലേജ് ഏരിയയാണ്. നമുക്ക് മൈൻഡ് നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു ഇന്നർ പീസിനെ ഗ്രോത്ത് ചെയ്യാനുള്ളൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അതിന് വേണ്ടി തന്നെയാണ് അവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് കേട്ടോ. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ ഇന്നർ പീസിനെ ഡെവലപ്പ് ചെയ്യാനും ഉള്ളൊരു ഏരിയ പോലെ എനിക്ക് അവിടെ തോന്നി. പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഈവനിങ്ങിൽ പോയിട്ടാണെന്ന് അറിയത്തില്ല. നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് എന്തോ ഒരു മൈൻഡിന് ഒരു പോസിറ്റീവ് ഫീൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എപ്പോഴും. ഇതിപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തത് ആ ഇയറിങ്സ് അനങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റും ഉണ്ട് അവിടെ. കാരണം ഒരു ഫുൾ ഏരിയ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കും. ഈ ഒരു സ്റ്റാച്ചു ആണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ആ ഇയറിങ്സ് ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ ധ്യാനലിംഗമാണ്. അത് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഫ്രണ്ടിൽ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാച്ചുവിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വ്യൂ കാണുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. സൺസെറ്റും
ഒക്കെ ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഒരു അമ്പലത്തിൻ്റെ കുറച്ചും കൂടെ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുക. നമ്മൾ ഈ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു സ്റ്റാച്യൂൻ്റെ അടുത്ത് ചെല്ലും. അത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നടന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുന്ന സർപ്പവാസലിൻ്റെ അങ്ങോട്ടേക്കാണ്. അവിടെയാണ് ക്യാമറ അലോഡ് അല്ലാത്ത. അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധ്യാനിക്കാനുള്ള പ്ലേസും പിന്നെ ഒരുപാട് പേര് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി വലിയൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നമുക്ക് സ്നാനം ചെയ്യാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് കുറച്ചൊന്ന് വെള്ളം കുടിക്കാൻ, കുറച്ചൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈശയിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബെസ്റ്റ് ടൈം ഈവനിങ് ആകും കേട്ടോ. കാരണം ഈവനിങ്ങിൽ പോവുകയാണെങ്കിൽ ലേസർ ഷോ കാണാൻ പറ്റും. ഭഗവാന്റെ സ്റ്റോറീസൊക്കെ ചെറുതായിട്ട് കാണിച്ചുകൊണ്ടുള്ള നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ചെറിയ കുറച്ച് പോർഷൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് അല്ലായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ എടുക്കാഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ സ്നാനം ചെയ്യാനും അതുപോലെ ധ്യാനിക്കാനും കാമാൻകോറ്റായിട്ട് ധ്യാനിക്കാനും ഒക്കെ ഉള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ അവിടെ എന്തോ ഒരു പൂജ നടക്കുകയാണ്. അതുകൊണ്ട് ആ ഫ്രണ്ടിലോട്ട് ആർക്കും അലോഡല്ല. അപ്പോൾ നമ്മുടെ ഈശാ ടെമ്പിളിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? വിസിറ്റ്, ഈശാ ടെമ്പിളിലെ വിസിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് വരുമല്ലേ? എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അല്ലേ? ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ വൈകിട്ടാണ് വന്നത്. കാപ്പി കുടിക്കണ കാപ്പി, സ്നാക്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ 3ാമത്തെ പ്രാവശ്യം കേട്ടോ വരുന്നത്. അശ്വതിയുടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. അപ്പം നമ്മൾ കോയമ്പത്തൂർ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും 1-2 വ്ളോഗ് കൂടെ ഒക്കെ കാണും കോയമ്പത്തൂരുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈശാ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കോയമ്പത്തൂരെ ബാക്കി വിശേഷങ്ങളൊക്കെ. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ. Please remain seated in the seating area.